പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂര്യൻ്റെ ദേവകാരകത്വം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ചന്ദ്രൻ്റെ കാരകത്വമാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ദേവീക്ഷേത്രങ്ങൾ ധാരാളമുള്ള ദേശത്താണ് നാം അധിവസിക്കുന്നത്. ആ ദേവി ചൈതന്യങ്ങളെ പല ഭാവത്തിലും നാം ആരാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ദുർഗാ ദേവിയായും ഭദ്രകാളിയായും അന്നപൂർണീശ്വരിയായും മറ്റും നാം ദേവതകളെ പല ഭാവത്തിലും ആരാധിക്കാറുണ്ട്. അതിൽ തന്നെ ദുർഗയെ ചന്ദ്രനെ കൊണ്ടും ഭദ്രകാളിയെ ചൊവ്വയെ കൊണ്ടും അന്നപൂർണേശ്വരി മുതലായ ദേവതകളെ ശുക്രനെ കൊണ്ടും ആണ് സാമാന്യേന ചിന്തിക്കാറ്. എങ്കിലും ഈ 3 ഗ്രഹങ്ങളെ കൊണ്ടും ഈ 3 ഭാവത്തിലുള്ള ദേവതകളെയും അവരുടെ ആശ്രയത്തിനും മറ്റ് ഗ്രഹങ്ങളുമായുള്ള ബന്ധങ്ങളെ കൊണ്ടും ചിന്തിക്കാവുന്നതാണ്. അതായത് ചന്ദ്രനെ കൊണ്ട് തന്നെ ദുർഗയെയും ചിന്തിക്കാം, ഭദ്രകാളിയെയും ചിന്തിക്കാം എന്നർത്ഥം. മാത്രമല്ല, പ്രാദേശികമായും പല ഭാവങ്ങളിലും അമ്മ ദൈവങ്ങളെ സങ്കല്പിച്ച് ആരാധിക്കാറുണ്ട്. ദുർഗയായും ദുർഗയിൽ തന്നെ വനദുർഗ, ജലദുർഗ, മൂലദുർഗ, ജയദുർഗ, ഇത്തരത്തിൽ പല ഭേദങ്ങളും അവയിലുണ്ട്. ത്രിപുരസുന്ദരി, സരസ്വതി, ശ്രീഭഗവതി, മഹാലക്ഷ്മി, ഭുവനേശ്വരി, ജഗദീശ്വരി, പാർവതി, അംബിക, ഇത്തരത്തിൽ നിരവധി ഭാവങ്ങളിൽ ദേവിയെ നാം ആരാധിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ വടക്കേ മലബാറിലൊക്കെ അമ്മ ദൈവങ്ങളെ കെട്ടിയാടുന്ന പതിവും ഉണ്ട്. അവരിൽ പ്രധാനിയാണ് മുച്ചിലോട്ട് ഭഗവതി മുതലായ ദേവതകൾ. അവിടെ മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയാതെ ചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ദേവതയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ആ ചന്ദ്രൻ്റെ കാരകത്വം, വൈശേഷികത്വം എന്നിവ അല്പം നമുക്ക് മനസ്സിലാക്കാം. ദുർഗാശീതകരോ ബലി സവിബലഃ കാളി സ ഏവാബലശ്ചാമുണ്ഡീ പ്രമുഖാസ്തമോ ഗുണജുഷോ ഭൗമാലയസ്തോ യതി. ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ട വിഷയത്തിൽ ചന്ദ്രൻ്റെ ബലം പ്രധാനമാണ്. ബലവാനായ ചന്ദ്രനാണെങ്കിൽ ദുർഗാ ഭഗവതിയെയും, ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഭദ്രകാളിയും. ഇനി തീരെ ബലം കുറഞ്ഞ ചന്ദ്രനാണെങ്കിൽ, അല്ലെങ്കിൽ ചൊവ്വ ക്ഷേത്രത്തിലാണെങ്കിൽ തമോ ഗുണപ്രധാനികളായ ചാമുണ്ഡി, രക്തചാമുണ്ഡി, രക്തേശ്വരി മുതലായ മൂർത്തികളെയാണ് ചിന്തിക്കേണ്ടത്. ചന്ദ്രൻ്റെ ബലം മറ്റു ഗ്രഹങ്ങളുടെ ഉച്ചം, നീചം, സ്വക്ഷേത്രം എന്നൊക്കെ പറയും പോലെ പക്ഷബലം കൂടി ചന്ദ്രന് വളരെ പ്രധാനമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക. മേഷാദി രാശികളിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദേവത സാന്നിധ്യത്തെ പറയുന്നു. ചാമുണ്ഡീസുരസത്മകാ ജഗശശി നീചാർച്ചിതാ കീടകശ്ചാമുണ്ഡീയതി മേഷഗസ്സവിബലോ വാച്യേ ഉഭേതേ അപി യക്ഷീ ശുക്രഗൃഹസ്ഥിത ശിശിരഗുർവാ ധർമ്മദൈവം ബുധക്ഷേത്രസ്തു വിമാനസുന്ദര ഉദ സ്ത്രീവാസ്യ പുംസ്ത്രീവശാൽ. ചന്ദ്രൻ മേടത്തിൽ നിന്നാൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചാമുണ്ഡിയാണ്. വൃശ്ചികത്തിൽ നിന്നാൽ നീചന്മാർ ആരാധിക്കുന്ന ചാമുണ്ഡിയാണ്. ഇവിടെ നീചന്മാരെന്നുള്ളത് കൊണ്ട് കുലാചാരങ്ങളൊക്കെ വ്യതിചലിച്ച് ജീവിക്കുന്നവർ എന്നെടുത്താൽ മതി. മേടത്തിൽ ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ ക്ഷേത്രത്തിലെ ചാമുണ്ഡിയെയും നീച ചാമുണ്ഡിയെയും പറയാം. ഇനി ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ യക്ഷിയും ധർമ്മദൈവവുമാണ്. ബുധക്ഷേത്രത്തിൽ നിന്നാൽ വിമാനസുന്ദരൻ, വിമാനസുന്ദരി, ഇവരെ ഓജയുഗ്മരാശിക്കനുസരിച്ച് ചിന്തിക്കണം.
സ്വഗൃഹസ്ഥാഃ ശശീനാഗോ ധർമ്മദൈവം ബലീസചേൽ സിംഹരാശിസ്ഥിതശ്ചന്ദ്രോ ഭഗവത്യന്യപൂജിത. ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ ബലഹീനനാണെങ്കിൽ സർപ്പവും, ബലവാനാണെങ്കിൽ ധർമ്മദൈവവുമാണ്. ധർമ്മദൈവം എന്ന് പറയുന്നത് ഓരോ കുടുംബക്കാർക്കും അവർ പരമ്പരയാ ഉപാസിച്ച് ആരാധിച്ചു വന്ന മൂർത്തികളെ ധർമ്മദൈവം എന്ന് പറയും. ഇനി ചിങ്ങത്തിൽ നിൽക്കുന്നതാണെങ്കിലോ അന്യന്മാർ പൂജിക്കുന്ന ഭഗവതിയാണ്. ചാപസ്ഥോ വ്യോമഗന്ധർവ തൽ സ്ത്രീമീനഗത ശശി പ്രേതശൂലപിശാചാദ്യ ശശീമന്ദഗൃഹസ്ഥിതഃ. ചന്ദ്രൻ ധനുവിൽ നിന്നാൽ ആകാശഗന്ധർവനെയും മീനത്തിലാണെങ്കിൽ ആകാശഗന്ധർവിയെയുമാണ് ചിന്തിക്കേണ്ടത്. ഇതൊന്നും ഇന്ന് വേണ്ട വിധത്തിൽ ആരാധിക്കാത്തതായ മൂർത്തികളാണ്. ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം സൂചിപ്പിക്കാമെന്നർത്ഥം. ഇനി മകരകുംഭങ്ങളിൽ നിന്നാൽ പ്രേതം, ശൂല, പിശാചാദി ദുർദേവതകളെ ചിന്തിക്കണം. ഇതൊക്കെ ബാധാമൂർത്തികളെ ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ യോജിപ്പിച്ച് പറയാവുന്നതാണ്. വനദുർഗാ ഭവേച്ചന്ദ്രോ ധനുർമീനസ്ഥിതോ യദി സിതസ്വച്ഛേ ച സിംഹേ ച ദുർഗാഭീഷ്ടപ്രദായിനി. ഇനി ധനുവിനും മീനത്തിലും നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് വനദുർഗയെ ചിന്തിക്കാം. ശുക്രനാണ് മീനത്തിലോ ചിങ്ങത്തിലോ നിന്നാൽ അഭീഷ്ടദാത്രിയായ ദുർഗാ ഭഗവതിയെയാണ് പറയേണ്ടത്. ഇത് ശുക്രൻ്റെ കാരകത്വം ചിന്തിക്കുമ്പോൾ പറയാവുന്നതാണ്. അതുപോലെ ചന്ദ്രബന്ധത്തെ കൊണ്ട് കളരിമൂർത്തികളെയും ചിന്തിക്കാമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. യദാതു ബാധകാധിപേ സുഖാധിനാഥ സംയുതേ ധരാസുതേന വീക്ഷിതേ നിശാകരേണ വായതി പുരാതനം സുപൂജിതാം കഠോരഭാവമാശ്രിതാം ഘളൂരികാ നിവാസിനി വദേത്തദാതു ദേവതാം. നമ്മുടെ നാട്ടിൽ പൂർവികമായി ചില കളരി സ്ഥാനങ്ങൾ ആരാധനായോഗ്യമായും അതുപോലെ ആയോധന കല അഭ്യസിക്കുന്ന കളരി സങ്കേതവും പഠനക്കളരിയും, ഈ രണ്ട് തരത്തിലുള്ള കളരികൾ നിലവിലുണ്ടായിരുന്നു. അവിടെ ആ പഠന വിഷയത്തിന് അഭിവൃദ്ധിക്കും സംരക്ഷണത്തിനും വേണ്ടി കളരിമൂർത്തിയെ സങ്കല്പിച്ച് ആരാധിക്കാറുണ്ട്. ബാധകാധിപനായ ഗ്രഹത്തിന് 4-ാം ഭാവാധിപൻ്റെ യോഗമുണ്ടാവുകയും ചൊവ്വയുടെയോ ചന്ദ്രൻ്റെയോ ദൃഷ്ടി വരികയും ചെയ്താൽ പൂർവികന്മാർ ആരാധിച്ചു പോന്നതും അത്യുഗ്രയുമായ കളരി ദേവതകളെ സൂചിപ്പിക്കണമെന്നാണ് ഈ പ്രമാണത്തിൻ്റെ അർത്ഥം. മറ്റ് ഗ്രഹങ്ങളുമായുള്ള ചന്ദ്രൻ്റെ ബന്ധത്തിലൂടെ ദേവതാഭേദത്തെ സൂചിപ്പിക്കുന്നു. ഗുരുകേന്ദ്രഗതശ്ചന്ദ്രോ ഹ്യന്നപൂർണേശ്വരീ ഭവേൽ ബുധകേന്ദ്രേതു വാഗ്ദേവി സിതകേന്ദ്രേതു വൈഷ്ണവി സിതേഡ്യയോശ്ചൽ കേന്ദ്രസ്ഥ ശശീ ത്രിപുരസുന്ദരി ബുധജീവകവീനാം ചേദ് രാജരാജേശ്വരീ ഭവേൽ സ്വക്ഷാംശേ ചന്ദ്രമാംബസ്ത ദുർഗാ സപ്തമരാശികഃ ദശമേ ജലരാശൗചിൽ വൃഷ്ടിപാതുത്സുകാ ഭവേത്. രവികേന്ദ്രഗതശ്ചന്ദ്രോ രക്തബീജനിഷൂദിനി കുജകേന്ദ്രഗതഃസുംഭനിസുംഭകുലനാശിനി മന്ദകേന്ദ്രേ സുധാഭാനുർമഹിഷാസുരമർദിനി ചന്ദ്രാദിക്രാന്തകൈഃ ഖേടൈഃ കൃതാന്യൈഃ കർത്തുമുത്സുകാ ത്രികോണകൈശ്ച തദ്രാശികതൈരേവം നിരൂപയേൽ അംശകേനാപി വക്തവ്യം ബലവത്വാൻ മനീഷിഭിഃ മന്ദചന്ദ്രജസന്ദൃഷ്ടഃ ശശീപാവസമന്വിതഃ ഗുരുകേന്ദ്രഗതസ്തർഹി മാതംഗീ ദേവതാ ഭവേൽ. ഏവം ചന്ദ്രേ ശനിത്രംശേ ബുധത്രംശേവ തിഷ്ഠതി തദാ ഹി ശ്യാമളാ ദേവി
രത്നദ്യൂപനിവാസിനി. ഇവിടെ അർത്ഥം വ്യക്തമായതുകൊണ്ട് വേഗത്തിൽ തന്നെ സൂചിപ്പിക്കാം. ചന്ദ്രൻ വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ അന്നപൂർണേശ്വരിയെ ചിന്തിക്കണം. ഇവിടെ കേന്ദ്രം, ത്രികോണം എന്നൊക്കെ പറയുന്നത് പ്രശ്നചിന്തയിൽ വരുമ്പോൾ ഗ്രഹബന്ധം, പലതരത്തിലുള്ളതായ ബന്ധങ്ങളുണ്ടല്ലോ, അംശകബന്ധമായാലും മറ്റു തരത്തിലുള്ള ബന്ധമായാലും ഈ ബന്ധത്തെ സൂചിപ്പിക്കാറുണ്ട്. ചന്ദ്രന് ബുധൻ്റെ ബന്ധം വന്നാൽ സരസ്വതിയെയും, ശുക്രൻ്റെ ബന്ധം വന്നാൽ വൈഷ്ണവിയെയും, ഇനി ബുധൻ, വ്യാഴം, ശുക്രൻ ഇവരുടെ ബന്ധം വന്നാൽ രാജരാജേശ്വരിയെയും സൂചിപ്പിക്കണം. ഇനി ചന്ദ്രൻ സ്വക്ഷേത്രത്തിലോ സ്വക്ഷേത്ര അംശകത്തിലോ 7-ാം ഭാവത്തിൽ നിന്നാൽ ജലദുർഗയെയാണ് സൂചിപ്പിക്കേണ്ടത്. 10-ാം ഭാവത്തിൽ ജലരാശിയിലാണ് ചന്ദ്രനെങ്കിൽ മഴ നനഞ്ഞിരിക്കുന്ന ദുർഗയെ ചിന്തിക്കണം. അതായത് മുല്ലപ്പന്തൽ വിധാനത്തിൽ മുകളിൽ ശ്രീകോവിലില്ലാതെ വെയിലും മഴയൊക്കെ കൊള്ളുന്ന തരത്തിലുള്ളതായ ദേവതയെ പറയണം. ഇനി സൂര്യൻ്റെ കേന്ദ്ര ത്രികോണത്തിൽ നിന്നാൽ രക്തബീജ സംഹാരിണിയും, ചൊവ്വയുടെ കേന്ദ്ര ത്രികോണത്തിലായാൽ സുംഭനിസുംഭകുലനാശിനിയും, ശനിയുടെ കേന്ദ്രത്തിലാണെങ്കിൽ മഹിഷാസുരമർദ്ദിനിയുമായ ദുർഗയെ പറയണം. ഈ സൂചിപ്പിച്ച ഗ്രഹങ്ങൾ ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് ഭാഗകലകളെ അതിക്രമിച്ച് അതിനേക്കാളും മുകളിലാണ് ഭാഗകലകൾ നിൽക്കുന്നതെങ്കിൽ, സംഹാരക്രിയ കഴിഞ്ഞ ദേവിയാണെങ്കിലും അവരുടെ ഭാഗകലകൾ ചന്ദ്രസ്ഫുടത്തിൽ നിന്ന് കുറവാണെങ്കിൽ സംഹാരത്തിന് ഒരുങ്ങി നിൽക്കുന്ന, ആരംഭം കുറിക്കുന്ന ദേവിയാണെന്നും സൂചിപ്പിക്കണം. ശനി ബുധദൃഷ്ടിയിൽ ചന്ദ്രൻ പാപസഹിതനായി നിന്നാൽ ഈ ചന്ദ്രന് വ്യാഴകേന്ദ്ര ത്രികോണ ബന്ധം കൂടി വന്നാൽ മാതംഗി എന്ന ദേവിയെ ചിന്തിക്കണം. ഇങ്ങനെ ചന്ദ്രൻ ബുധൻ്റെയോ ശനിയുടെയോ ദ്രേക്കാണത്തിൽ നിന്നാൽ രത്നദ്യൂപനിവാസിനിയായ ശ്യാമളാദേവിയെ സൂചിപ്പിക്കണം. ഇത്തരത്തിൽ ഭാവനിരൂപണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ദേവിയുടെ ഭാവങ്ങളെ ചന്ദ്രൻ്റെ ബന്ധം കൊണ്ട് ഇത്തരത്തിൽ ദേശകാല കുലത്തിനനുസരിച്ച് ഗുരുപദേശപ്രകാരം ചിന്തിച്ച് സാന്നിധ്യങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്.